പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പ് പൊരുതുവാൻ ഉറച്ച് ഇരകൾ. മുണ്ടക്കയം കൂട്ടിക്കൽ മേഖലകളിലെ നിരവധി ആളുകളാണ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പിന് ഇരയായത്. തട്ടിപ്പ് നടത്തിയ സൊസൈറ്റിയുടെ മുണ്ടക്കയം പൈങ്ങനായിലെ ഓഫീസിന് കീഴിൽ മാത്രം 850ഓളം പേർക്ക് സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന പേരിൽ തട്ടിപ്പിൽ പണം നഷ്ടമായെന്നാണ് പ്രാഥമിക വിവരം. ഇതുകൂടാതെ ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, തയ്യൽ മെഷീൻ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയ്ക്ക് പണമടച്ച് കാത്തിരിക്കുന്നതും ആയിരക്കണക്കിന് ആളുകളായിരുന്നു. പീരുമേട്, മുണ്ടക്കയം, എരുമേലി, കാഞ്ഞിരപ്പള്ളി മേഖലകളിലായി 50,000-ൽ അധികം ആളുകളാണ് സംഘടനയിൽ അംഗമായിരിക്കുന്നത്. ഒരാൾക്ക് 320 രൂപയാണ് മെമ്പർഷിപ്പ് ഫീസായി ഈടാക്കിയിരുന്നത്. ഇങ്ങനെ കിട്ടിയ കോടിക്കണക്കിന് രൂപയുടെ ഭൂരിഭാഗവും പ്രൊമോട്ടർമാർ കൈക്കലാക്കിയതായും പറയപ്പെടുന്നു. പ്രളയബാധിത മേഖലയായ കൂട്ടിക്കൽ, കൊക്കയാർ മേഖലയിൽ നിന്നുവരെ കോടിക്കണക്കിന് രൂപയാണ് സംഘം തട്ടിയത്. പ്രധാന പ്രതിയായ ആനന്ദു കൃഷ്ണൻ അറസ്റ്റിലായതോടെ മുണ്ടക്കയം പൈങ്ങനായിൽ പ്രവർത്തിക്കുന്ന സബ് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി നിരവധി വനിതകൾ എത്തിയിരുന്നു. മുണ്ടക്കയം, പെരുവന്താനം പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി പരാതിയും എത്തിയിട്ടുണ്ട്. എന്നാൽ പല പരാതികളും സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തുടർ നടപടികൾ ശക്തമാക്കുവാൻ തട്ടിപ്പിന് ഇരയായവർ ഒന്നുചേർന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മുണ്ടക്കയം, പെരുവന്താനം, കൂട്ടിക്കൽ, കൊക്കയാർ മേഖലകളിലെ ആളുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പണം നഷ്ടമായവർ ഒന്നിച്ചുകൂടിയിട്ടുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ തങ്ങൾക്ക് നഷ്ടമായ പണം വീണ്ടെടുക്കുവാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പണം നഷ്ടമായവർ സോഷ്യൽ മീഡിയയിൽ ഒന്നിച്ചിരിക്കുന്നത്. തുടർന്ന് പ്രതിഷേധ പരിപാടികളും നിയമ പോരാട്ടങ്ങളും ഒന്നിച്ച് നടത്തുവാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.